ഹായ് ഹലോ കുട്ടീസ്, ഞാൻ നിങ്ങളുടെ സ്വന്തം ഡ്രാമ റേഡിയോ. എപ്പിസോഡ് സ്റ്റാർട്ടിംഗിൽ ഹാനും ഹീറോയും അവരുടെ ഫ്യൂച്ചർ കാര്യങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഹീറോയ്ക്ക് അത്ര ഇൻട്രസ്റ്റ് ഇല്ല, കാരണം ഫ്യൂച്ചർ കാണുമെന്ന് തന്നെ ഹീറോയ്ക്ക് ഒരു ഉറപ്പില്ല. ഹാൻ എന്നാലും ഉള്ള പ്രതീക്ഷയില് നമുക്ക് ഇങ്ങനത്തെ വീട് വെക്കണം, ഇത്ര കുട്ടികളെ വേണമെന്നൊക്കെ വാ തോരാതെ സംസാരിച്ചോണ്ടിരിക്കുകയാണ്. ഹീറോയ്ക്ക് ആക്ച്വലി ഇപ്പൊ ഒരേ ഒരു ആഗ്രഹമേ ഉള്ളൂ, അവന്റെ 36ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്ന്. അത് കേട്ട ഉടനെ ഹാന് നമുക്ക് ഗംഭീരമായിട്ട് തന്നെ നിന്റെ ബർത്ത്ഡേ ആഘോഷിക്കണം, നമുക്കറിയാവുന്നവരെ എല്ലാരും വിളിച്ച് വലിയൊരു പാർട്ടി, ഇതെല്ലാം എന്തായാലും നടക്കുമെന്ന് പറഞ്ഞ് ആ സീൻ അവിടെ കട്ടാക്കി ഹീറോ ആ പോലീസുകാരന്റെയും അവനെ കൊല്ലാനായിട്ട് നടക്കുന്ന ഗോസ്റ്റിനെ ഫ്രണ്ടിൽ നിൽക്കുന്നത് മുതലാണ് കാണിക്കുന്നത്. ആക്ച്വലി ആ ഒരു ഫ്ലാറ്റ് ആ പോലീസുകാരന്റെയാണ്. ഹീറോയ്ക്ക് പോലീസുകാരന്റെ കുട്ടിക്കാലത്തെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോ ടണലിലെ ആക്സിഡന്റ് നടത്തിയതില് പോലീസുകാരൻ ഉണ്ടായിരുന്നെന്ന് അവന് മനസ്സിലായി. നീയാണല്ലേ ഇതെല്ലാം ചെയ്തെന്ന് ചോദിക്കുക. പോലീസുകാരന് പുച്ഛഭാവത്തോട് തന്നെ അതെ, ഞാനാണ് ഇതെല്ലാം ചെയ്തത്, നിന്റെ അങ്കിളിനെ കൊന്നതുൾപ്പെടെ. ആവശ്യമില്ലാതെ എന്റെ വഴി വന്നോണ്ട് പാവം നിന്റെ അങ്കിളിനെ എനിക്ക് കൊല്ലേണ്ടതായിട്ട് വന്നു. ആക്സിഡന്റ് നടക്കുന്ന ആ ദിവസം പോലീസ് ഓഫീസറും അയാളുടെ 2 ഫ്രണ്ട്സും ഡ്രിങ്ക് ചെയ്ത് ബാലൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ചാണ് അന്ന് ആ ആക്സിഡന്റ് ഉണ്ടാക്കിയത്. ആക്സിഡന്റ് ആയ ടൈമില് അവർക്ക് ജീവൻ ഉണ്ടായിരുന്നു. കൂട്ടുകാർ രണ്ടുപേരും നമുക്ക് ആംബുലൻസ് വിളിക്കാന്ന് പറയുന്നുണ്ട്. ഉടനെ പോലീസുകാരൻ അതിന് സമ്മതിക്കുന്നില്ല. കൂട്ടുകാരതിന് നീയാണ് ഡ്രിങ്ക് ചെയ്ത് വണ്ടി ഓടിച്ചേക്കുന്നത്, നിന്റെ വണ്ടിയും, ഞങ്ങൾക്ക് ഇതിൽ ഒരു പങ്കും ഇല്ലാന്ന് പറയാ. ഉടനെ കൂട്ടുകാരനും എന്റെ അച്ഛൻ ആരാന്നറിയാലോ, എന്റെ പവർ വെച്ചിട്ട് ഞാൻ ഈസി ആയിട്ട് ഊരിപ്പോരും, കേസ് മൊത്തം നിങ്ങളുടെ തലയിലും ആക്കും, അതുകൊണ്ട് ഞാൻ പറയുന്നത് പോലെ കേൾക്കാൻ പറ്റുവാണെങ്കിൽ മാത്രം കേക്ക്, അല്ലെങ്കിൽ നിന്റെയൊക്കെ കഥ ജയിലായിരിക്കും എന്ന് പറഞ്ഞ് അവരടുത്തേക്ക് പോയി നോക്കുന്നുണ്ട്. ആ ടൈമിൽ അമ്മ എന്നെ രക്ഷിക്കണേന്ന് പറഞ്ഞ് അവന്റെ കാലെ തൊട്ടു. പോലീസുകാരൻ ഉടനെ പേടിച്ചുപോയി കയ്യിലുണ്ടായിരുന്ന ഫോൺ അവിടെ മിസ്സാക്കി. അതെടുക്കാനായിട്ട് തിരികെ വരുന്ന ടൈമിലാണ് അങ്കിള് ഹെൽപ്പിനായിട്ട് വഴിയിൽ നിൽപ്പുണ്ടായിരുന്നത്. അങ്കിള് കണ്ടു എന്ന് മനസ്സിലാക്കിയത് കൊണ്ടാണ് ഒരു എവിഡൻസും ഇല്ലാതിരിക്കാനായിട്ട് അങ്കിളിനെ അന്ന് കൊല്ലേണ്ടി വന്നത്. ഈ കാര്യമൊക്കെ കേട്ടപ്പോ ഹീറോ സങ്കടത്തോട് ചോദിക്കാൻ തുടങ്ങി, ഒരാളെ സഹായിക്കാൻ നോക്കിയാണോ നീ എന്റെ അങ്കിളിനെ കൊന്നത്? യൂണിനെ നീ എന്തിനാ കൊന്നേന്ന് ചോദിച്ചാ അന്ന് കൂടെ ഉണ്ടായിരുന്ന 2 കൂട്ടുകാരന്മാര് പോലീസുകാരനെ ഇടയ്ക്കിടയ്ക്ക് ഈ കാര്യം പറഞ്ഞ് ബ്ലാക്ക്മെയിൽ ചെയ്ത് കുറെ പൈസ മേടിച്ചെടുത്തു. പക്ഷെ അത് സ്ഥിരമായപ്പോ പോലീസുകാരന് അതങ്ങ് ഇഷ്ടപ്പെട്ടില്ല. അതുകൊണ്ടാണ് വെൽ പ്ലാൻഡ് ആയിട്ട് അവരെ രണ്ടുപേരെയും വിളിച്ച് നിങ്ങൾക്ക് ലൈഫ് ലോങ് ജീവിക്കാനുള്ള പൈസ ഒരു വീട്ടിലുണ്ട്, ആ വീട്ടിലാണ് ആരുമില്ല, അത് നിങ്ങൾ മോഷ്ടിച്ച കേസ് ഞാൻ തന്നെ ക്ലോസ് ചെയ്തോളാം, ഇതൊരു നല്ല ചാൻസ് ആണ്, നിങ്ങൾ എന്തായാലും ഒരാളെ കൂട്ടുപിടിക്കുന്നത് നല്ലതായിരിക്കും എന്ന് പറഞ്ഞ് അങ്ങനെ ഇവര് കൂട്ടുപിടിക്കുന്ന ആളാണ് യൂണ്. ആക്ച്വലി പോലീസുകാരൻ ഇവരുടെ കൂട്ടുകാരനായതുകൊണ്ട് ഒരു സംശയം വരാതെ പോലീസുകാരൻ പറഞ്ഞതുപോലെ തന്നെ അവരെന്നാ വീട്ടിൽ വന്നു. വന്ന സമയത്ത് ഈ പോലീസുകാരൻ അവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. നീ എന്താ ഇവിടെന്ന് ചോദിച്ചാ ഇതെന്റെ അങ്കിളുടെ വീടാണ്, നിങ്ങൾക്ക് സഹായം ആയിക്കോട്ടെ എന്ന് വിചാരിച്ച് ഞാൻ വന്നതാണ്, നമുക്കൊന്ന് ഡ്രിങ്ക് ചെയ്താലോ എന്ന് ചോദിച്ച് അവർക്ക് കൊടുക്കുന്ന ഡ്രിങ്കിന്റെ അകത്ത് മയക്കുമരുന്ന് ആഡ് ചെയ്ത് ബോധം കെടുത്തിയതിനു ശേഷമാണ് അടിച്ചു കൊന്നത്. അതുകൊണ്ടാണ് ശബ്ദമൊന്നും കേൾക്കാതിരുന്നത്. പിന്നീട് അകത്തേക്ക് വരുന്ന യൂണാണ് ഇതെല്ലാം ചെയ്തതെന്നുള്ള രീതിയിൽ സെറ്റാക്കി. അവിടെ നിന്ന് ഈ കൊലയെല്ലാം നടത്തിയിട്ട് പോകുന്ന പോലീസുകാരനെ ഇയാളെ കണ്ടിട്ടുണ്ടായിരുന്നു. ഗ്യാങ്സ്റ്ററിന്റെ കയ്യിൽ നിന്ന് അടി മേടിച്ച് ഹീറോയ്ക്ക് ഇപ്പം ഈ ഒരു ലൊക്കേഷൻ അയച്ചു കൊടുത്തില്ലേ അയാള്, ഈ കാര്യം പറഞ്ഞാണ് മിനിസ്റ്ററിനെ ഇയാള് ബ്ലാക്ക്മെയിൽ ചെയ്തിരുന്നത്. ഇങ്ങനൊരു ബ്ലാക്ക്മെയിലിംഗ് നടക്കുന്നുണ്ടെന്ന് മനസ്സിലായതുകൊണ്ടാണ് ഇയാളെയും തീർത്തത്. അങ്ങനെ എന്റെ വഴിയിൽ കുറുകെ നിൽക്കുന്ന ഓരോരുത്തരും ഞാൻ ഇല്ലാതാക്കി. ഇനിയിപ്പോ നിന്റെ ടേണാണ്, നീ ജീവനോടെ പോകുമല്ലോ എന്ന് എനിക്ക് ഒരു ഗ്യാരണ്ടിയും ഇല്ല, കാരണം ഞാൻ മാത്രമല്ലല്ലോ നിന്നെ കൊല്ലാനായിട്ട് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞ് അവനൊരു കത്തിയെടുത്ത് ഹീറോയിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഹീറോയെ മാക്സിമം പ്രിവെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ ഗോസ്റ്റും ആ ഒരു പോലീസുകാരന്റെ ബോഡിയിലുള്ളത് കൊണ്ട് ഹീറോയ്ക്ക് ഒത്തിരി നേരം പിടിച്ചു നിൽക്കാൻ പറ്റിയില്ല. കറക്റ്റ് ഹീറോയിനെ അയാളുടെ കയ്യിലുള്ള കത്തി വെച്ച് കുത്തുകയും ചെയ്തു. ഇനി ഇവിടെ നിന്ന് റിസ്ക് ആണെന്ന് മനസ്സിലായ ഹീറോ ഓടി ഓടി ആൾക്കൂട്ടം ഉള്ളിടത്തെത്തി. ആളുകൾ ഒരുപാടുള്ളത് കൊണ്ട് തന്നെ അയാൾക്ക് ഒന്നും തന്നെ ചെയ്യാൻ പറ്റിയില്ല. ഹീറോനെ ഉടനെ എല്ലാവരും കൂടെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോവാണ്. അവിടെ സീൻ കട്ടാക്കി ഈ കാര്യങ്ങളൊക്കെ ഹാനിന്റെ അടുത്ത് ഹീറോ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇതെല്ലാം കേൾക്കുന്ന അനുസരിച്ച് ഹാന്റെ കണ്ണുകൾ നിറഞ്ഞൊഴുകാൻ തുടങ്ങി. നീ എന്തൊക്കെ പറയുന്നത്, ഇവിടെ എന്തൊക്കെ സംഭവിക്കുന്നെന്ന് പറഞ്ഞ് ഹാൻ കരയാൻ തുടങ്ങി. അപ്പോഴും ഹീറോ എനിക്ക് ഇപ്പോഴും ഒരു ആശ്വാസം ഉള്ളത് അവസാനമായിട്ട് നിന്നെ ഒരു പ്രാവശ്യം കാണാൻ പറ്റിയില്ലോന്ന്, ഞാൻ കരുതിയത് നിന്നെ ഇനി കാണാനേ പറ്റില്ല എന്ന്. ഐ എം സോറി ഹാൻ, നിനക്ക് തന്ന വാക്ക് എനിക്ക് പാലിക്കാൻ പറ്റിയില്ല എന്ന് പറയാ. ഇവിടെ ആ പോലീസുകാരനും ഗോസ്റ്റും കൂടെ ഹീറോയുടെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്. ഇത്രയും നാളും ഹീറോയ്ക്ക് മാത്രം ഓപ്പൺ ആക്കാൻ പറ്റിയിരുന്ന ആ ഡോറ് ഇപ്പൊ ഗോസ്റ്റിനും പോലീസുകാരനും ഓപ്പൺ ആക്കാൻ പറ്റുന്നുണ്ട്. ഹീറോയ്ക്ക് ഇങ്ങനെ സംഭവിച്ചത് കൊണ്ടായിരിക്കാം ഈ ഒരു ഡോറ് അവർക്ക് ഓപ്പൺ ആക്കാൻ പറ്റിയത്. ആ ഒരു ഗോസ്റ്റ് ഇത്രയും നാൾ ആഗ്രഹിച്ചതുപോലെ അതിനുള്ളിലേക്ക് വന്നു. ക്യാമറയുടെ അടുത്തെത്തി അത് തൊടാനായിട്ട് പോയി. ഞാനൊരു നിമിഷം പേടിച്ചുപോയി, ആ ഒരു ക്യാമറ ആ ഗോസ്റ്റിന്റെ കയ്യിൽ പെട്ടു എന്ന്. എന്നാൽ ആ ക്യാമറയിൽ തൊട്ടതും വീണ്ടും പഴയതുപോലെ ആ സ്റ്റുഡിയോയ്ക്ക് പുറത്ത് തന്നെ വന്നു. വീണ്ടും ഓപ്പൺ ആക്കി നോക്കിയാ അത് ജസ്റ്റ് ഒരു സ്റ്റോർ റൂം മാത്രമായിട്ടാണ് കാണുന്നത്. ആ ഗോസ്റ്റിന് മനസ്സിലായി ഹീറോ മരണപ്പെട്ടിട്ടില്ലാന്ന്. അവിടെ സീൻ കട്ടാക്കി ഹീറോയിന് ഒരു കോൾ വരിക. ഹാൻ അത് അറ്റൻഡ് ചെയ്ത് നോക്കുമ്പോഴാണ് മനസ്സിലാവുന്നത് ഹീറോ ഇപ്പൊ
ഇപ്പോഴും മരണപ്പെട്ടിട്ടില്ല, കോമ സ്റ്റേജിലാണ് ഉള്ളത്. പണ്ട് ഹാൻ കോമ സ്റ്റേജിലായിട്ട് അവളുടെ ആത്മാവ് മാത്രം പുറത്തു വന്നതുപോലെയാണ് ഹീറോ ഇപ്പോ കോമ സ്റ്റേജിൽ കിടന്നിട്ട് അവന്റെ ആത്മാവ് മാത്രമാണ് പുറത്തു വന്നിരിക്കുന്നത്. അതറിഞ്ഞത് പെട്ടെന്ന് തന്നെ ഹാൻ ഹീറോയുടെ അടുത്തേക്ക് വരുന്നുണ്ട്. ഹാൻ ഹീറോനെ ഇപ്പോഴും ടച്ച് ചെയ്യുമ്പോൾ സേഫ് സോൺ ഫോം ആവുന്നുണ്ട്. ഹീറോ ഇവിടെ നേരെ സ്റ്റുഡിയോയിലേക്ക് വന്നിരിക്കുകയാണ്, ക്യാമറയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചോന്ന് അറിയാനായിട്ട്. എന്നാൽ ഹീറോയ്ക്കും ആ ഒരു ഡോർ ഓപ്പൺ ആക്കാൻ പറ്റുന്നില്ല. ഓപ്പൺ ആക്കാൻ പറ്റിയില്ലെങ്കിലും അതിനുള്ളിലേക്ക് കയറാൻ പറ്റുമോ എന്നറിയാനായിട്ട് ഗോസ്റ്റുകൾ പോകുന്നത് പോലെ ട്രൈ ചെയ്ത സ്റ്റുഡിയോയുടെ പുറത്തേക്ക് തന്നെയാണ് പോകുന്നത്. ഹീറോയ്ക്ക് എന്ത് ചെയ്താ ആ സ്റ്റുഡിയോയ്ക്ക് ഉള്ളിലേക്ക് കയറാൻ പറ്റുന്നില്ല. എന്നിട്ട് ഹീറോ നേരെ ഹോസ്പിറ്റലിലേക്ക് വന്നിരിക്കുക. ഹോസ്പിറ്റലിൽ ഹീറോനെ കണ്ടതും ഗു ഓടി വന്നിട്ട് കെട്ടിപ്പിടിച്ചിട്ട് ബോസിനൊന്നും പറ്റില്ല, ഇപ്പോഴാണ് എനിക്കൊരു ആശ്വാസമായത്, നമ്മൾ പെട്ടെന്ന് തന്നെ റിക്കവറി ആകും എന്നൊക്കെ പറഞ്ഞ് ശ്വാസം മുട്ടിക്കുന്ന രീതിയിൽ കെട്ടിപ്പിടിച്ചോണ്ടിരിക്കുക. ഉടനെ അവിടേക്ക് വന്നിട്ട് ഗുവിടെ തലക്കിട്ട് ഒരൊറ്റ അടി അടിച്ചിട്ട് മാറിയിരിക്കും, ഞാൻ കെട്ടിപ്പിടിക്കട്ടെ എന്ന് പറഞ്ഞ് ഹീറോനെ കെട്ടിപ്പിടിച്ചിട്ട് ഒരൊറ്റ അടി. ഹീറോയ്ക്ക് മനസ്സിലായില്ല, ആദ്യമേ കെട്ടിപ്പിടി പിന്നെ അടിയെ, എന്താ സംഭവിക്കുന്നതെന്നുള്ള രീതി നോക്കി നിൽക്കുക. നല്ല രീതിയിൽ വേദന എടുത്തു. ബോസിന് ഇപ്പൊ വേദന എടുത്തില്ലേ? വേദന എടുക്കുന്നത് ടെമ്പററി ആയിട്ട് മാത്രം വരുന്ന ഗോസ്റ്റുകൾക്കാണ്. അതായത് ബോസ് ഇപ്പം ജീവിച്ചിരിപ്പുണ്ടല്ലോ, അതുകൊണ്ടാണ് ബോസിന് വേദന എടുക്കുന്നത്. പെട്ടെന്ന് തന്നെ നമുക്ക് റിക്കവറി ആവണം, എല്ലാം റെഡിയാക്കി പഴയ പോലെ നമ്മുടെ ബോസ് ആയിട്ട് വരണം എന്നൊക്കെ പറഞ്ഞ് ഹീറോനെ നന്നായിട്ട് ചിയറപ്പ് ചെയ്യുന്നുണ്ട്. ഹാൻ ഇവിടെ ഹീറോനെ പ്രൊട്ടക്ട് ചെയ്യാനായിട്ട് ഗോസ്റ്റുകളെ പ്രിവെന്റ് ചെയ്യാനായിട്ടുള്ള സാധനങ്ങളൊക്കെ ഡോറിന്റെ അവിടെ വെച്ചുകൊണ്ടിരിക്കുകയാണ്. അവള് വെച്ച് കഴിഞ്ഞതും അതിൽ ചവിട്ടി ഒരാൾ വരുന്നുണ്ട്. അത് ആ പോലീസുകാരനായിരുന്നു. ഹാനിനിപ്പോ സത്യങ്ങളെല്ലാം അറിയാവുന്നതുകൊണ്ട് ഹീറോനെ രക്ഷപ്പെടുത്താനായിട്ട് അവളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ പ്രിവെന്റ് ചെയ്യാൻ നോക്കുന്നുണ്ട്. എന്നാൽ അവളെ കൊണ്ട് എന്താവാനാ? കറക്റ്റ് ഹീറോയുടെ അടുത്ത് പോയി അവളെ കെട്ടിപ്പിടിച്ച് നിന്നതും സേഫ് സോൺ ആക്ടിവേറ്റ് ആയി. അതോടെ അയാളുടെ ദേഹത്തുണ്ടായിരുന്ന ഗോസ്റ്റ് പുറത്തു ചാടി. ഉടനെ പോലീസുകാരനും ഗോസ്റ്റിന്റെ അടുത്ത് ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് ഗോസ്റ്റ് പറയുന്നത് ആദ്യമേ അവളെ കൊല്ലാനായിട്ടാ. അവളുണ്ടെങ്കിൽ മാത്രമല്ലേ സേഫ് സോൺ ആക്ടിവേറ്റ് ആവത്തുള്ളൂ. ഉടനെ ഗോസ്റ്റിനെ പുറത്താക്കിയിട്ട് ഹാനിന്റെ അടുത്ത് വന്ന് മര്യാദയ്ക്ക് മാറി നിന്നു, അല്ലെങ്കിൽ നിന്നെ ഞാൻ കൊല്ലും, മാറി നിൽക്കുന്നതാ നിന്റെ ജീവന് നല്ലതെന്ന് പറഞ്ഞ് അവളെ തള്ളിയിട്ടിട്ട് ഹീറോനെ കൊല്ലാനായിട്ട് നോക്കുന്ന സമയത്ത് കറക്റ്റ് അവിടേക്ക് കിമ്മ് വരുന്നുണ്ട്. ഹീറോയുടെ കേസ് അന്വേഷിക്കുന്ന പോലീസ് ഓഫീസർ വന്നെന്ന് പറഞ്ഞാണ് കിമ്മ് വരുന്നത്. കിമ്മിന്റെ ഒപ്പം പോലീസ് ഓഫീസറിനെ കണ്ടതും ഇയാൾക്ക് ഒന്നും ചെയ്യാൻ പറ്റിയില്ല. ഈ പോലീസ് ഓഫീസർ സീനിയർ ഓഫീസർ ആയതുകൊണ്ട് സാർ എന്താ ഇവിടെ നിൽക്കുന്നതെന്ന് ചോദിച്ച് ആ പോലീസുകാരൻ വന്ന് സംസാരിക്കുന്നുണ്ട്. ഞാൻ കാണാൻ വേണ്ടി വന്നതാണ്, ഇൻവെസ്റ്റിഗേഷൻ എവിടെ വരെ ആയെന്ന് ചോദിച്ച് അവർ രണ്ടും സംസാരിച്ച് ആ റൂമിൽ നിന്ന് പുറത്തേക്ക് വരിക. ആക്ച്വലി കിം ഇവിടെ വന്നിരിക്കുന്നത് കു പറഞ്ഞിട്ടാണ്. ഹാനിനെയും ഹീറോനെയും സംരക്ഷിക്കാനായിട്ട് കിമ്മിന്റെ ഹെൽപ്പും കു ചോദിച്ചിട്ടുണ്ട്. ഹാൻ ശരിക്കും പേടിച്ചിരിക്കുകയാണ്. അതിനായിട്ട് ഹാനിനെ ഹീറോ വന്ന് തൊടാൻ നോക്കിയാ അവനിപ്പം ഒന്നും തന്നെ ചെയ്യാൻ പറ്റാത്തൊരവസ്ഥയാണ്. ടെമ്പററി സോൾ ആയതുകൊണ്ട് ആരെയും തൊടാനോ ഒന്നും എടുക്കാനോ അങ്ങനൊന്നും സാധിക്കില്ല. ഹാനും അതൊന്നും സാരമില്ല, എന്റെ ഒപ്പം വന്ന് കിടക്കെന്ന് പറഞ്ഞ് രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കി കിടക്കുക. എങ്ങനെയെങ്കിലും ആ ഈവിൾ സ്പിരിറ്റിനെ ഡിസ്ട്രോയ് ചെയ്യണം, എന്നിട്ട് എന്റെ 36ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കണമെന്നൊക്കെയാ ഇപ്പോഴും ഹീറോ പറയുന്നത്. ഇതെല്ലാം പറയുന്നതിനിടെ തന്നെ ഹാൻ ഉറങ്ങിപ്പോയി. ഹീറോ എന്നിട്ട് പതിയെ അവളോട് പറയുന്നുണ്ട്, ഞാൻ നിനക്ക് തന്ന പ്രോമിസ് മാക്സിമം പാലിക്കാൻ നോക്കും, നമ്മൾ തമ്മിൽ ഒരുപാട് നാൾ ജീവിക്കും ഹാൻ എന്നൊക്കെ പറഞ്ഞ് അവരങ്ങനെ കിടക്കുകയാണ്. നെക്സ്റ്റ് ഡേ നമ്മിന്റെ വൈഫ് സാധനങ്ങളൊക്കെ മേടിച്ചോണ്ട് പോകുന്ന സമയത്ത് ഒരാള് വേണമെന്ന് വെച്ച് തന്നെ ഞാനെടുത്ത് പ്രശ്നം ഉണ്ടാക്കാൻ തുടങ്ങി. നേരെ പോലീസ് സ്റ്റേഷനിലേക്ക് വന്നിരിക്കുകയാണ്. അയാൾ വെറുതെ അയാൾക്ക് നഷ്ടപരിഹാരം കൊടുക്കണമെന്നൊക്കെ പറഞ്ഞ് ഞാനെടുത്ത് ദേഷ്യപ്പെടാൻ തുടങ്ങി. ഇതെല്ലാം കണ്ടോണ്ടിരിക്കുന്ന നമ്മിന് നല്ല ദേഷ്യം വരുന്നുണ്ട്. നമ്മിനും ദേഷ്യം വരുന്നതിനനുസരിച്ച് നമ്മുടെ കൈയുടെയും കണ്ണിന്റെ ഒക്കെ കളർ മാറാൻ തുടങ്ങി, ഈവിൾ സ്പിരിറ്റ് ആയി മാറുന്നത് പോലെ. അത് കാണുന്ന നമ്മിനും കൂടുതൽ ഷോക്ക് ആവാൻ തുടങ്ങി. കറക്റ്റ് അവിടേക്ക് വന്ന് നമ്മിന്റെ വൈഫിനെ സഹായിക്കുന്നത് ആ ഫ്ലവർ ഷോപ്പിലെ ആളാണ്. അവിടുന്ന് പുറത്തു വരുമ്പോൾ അവൾ അവനോട് പറയുന്നുണ്ട്, എനിക്ക് നിങ്ങളെ ഇഷ്ടമാണ്, പക്ഷെ ഇപ്പോഴും നമ്മ എന്റെ ഒപ്പം ഉള്ളതുപോലെയാ, എനിക്ക് ഇതിനെല്ലാം ടൈം വേണം, അതുകൊണ്ട് കുറച്ചു നാൾ എന്നെ ഫ്രീ ആയിട്ട് വിടണമെന്ന് പറയുന്നുണ്ട്. അവിടെ സിങ്കട്ടാക്കി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്ന പോലീസുകാരനും ഈ ദുഷ്ടം പോലീസുകാരനും കൂടെ ഹാനിന്റെ വീട്ടിലേക്ക് വന്നേക്കാണ്. ഹാനിന്റെ വീടിനുള്ളിലേക്ക് കയറിയപ്പോ തന്നെ ഇന്ന് ബാഡ് സ്മെൽ അടിക്കാൻ തുടങ്ങി. നോക്കിയ അവിടെയുള്ള ഒരു ഷൂട്ട് കേസിനകത്ത് കഴിഞ്ഞ ദിവസം മരണപ്പെട്ട ആള് അതിൽ പാക്ക് ചെയ്തേക്കുന്ന നിലയിൽ ഇരിക്കുകയാണ്. ഈ പോലീസുകാരൻ എന്തോ ഒരു കാര്യം വലുതായിട്ട് പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഹോസ്പിറ്റലില് ഗു ഒരു ഡോക്ടറിന്റെ ബോഡിയിൽ കയറി കോഫി മേക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. അവിടേക്ക് കിം വരുന്നുണ്ട്. കിം എന്ന് ഗുവിന്റെ അടുത്ത് സംസാരിക്കാൻ തുടങ്ങിയതേ ഗു ചോദിക്കാൻ തുടങ്ങി, ഞാനാണെന്നെങ്ങനെ മനസ്സിലായെന്ന്. ഗു ടാഗിനുള്ളിലെ പേര് ശ്രദ്ധിക്കുന്നത് കിം ശ്രദ്ധിച്ചിരുന്നു. എന്നിട്ട് ഇവർ സംസാരിച്ചോണ്ടിരിക്കുന്ന ടൈമില് അവിടേക്ക് പോലീസുകാരെല്ലാരും കൂടെ വരികയാണ്. അത് കണ്ടതും ഹീറോയുടെ റൂമിലേക്ക് രണ്ടുപേരും ഓടിച്ചെന്നു. അവിടെ ഹാനിന്റെ ഒപ്പം ഹീറോ ഇരിപ്പുണ്ടായിരുന്നു. ഹാനിനെ അറസ്റ്റ് ചെയ്യാനായിട്ടാണ് ഇത്രയും പോലീസുകാരെ വന്നിരിക്കുന്നത്. കാരണം അവളുടെ വീട്ടിൽ നിന്ന് ബോഡി കിട്ടിയല്ലോ. ആ പോലീസുകാരൻ വെൽ പ്ലാൻഡ് ആയിരുന്നു. ഹാനിനെ ഇവിടെ നിന്ന് മാറ്റിയ ഹീറോനെ അറ്റാക്ക് ചെയ്യാൻ എളുപ്പമാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്തത്. ഹാൻ ഇവിടുന്ന് പോകുന്ന ടൈമില് ഹീറോയുടെ സോള് പതിയെ ഫെയ്ഡ് ആവാൻ തുടങ്ങി. ഗുവിനും ഹീറോയ്ക്കും എന്താ സംഭവിക്കുന്നതെന്ന് മനസ്സിലാവുന്നില്ല. ആക്ച്വലി ഹീറോനെ എമർജൻസി ആയിട്ടുള്ള ഒരു സർജറിക്ക് വേണ്ടി കൊണ്ടുപോവാണ്. ഈ ഒരു ടൈമില് ഹീറോ മരണപ്പെടാനും ജീവിക്കാനും ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് സോൾ അത്രയും ഫെയ്ഡ് ആയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെ ഹാനിനെ കൊണ്ട്
വന്ന് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ തുടങ്ങി. പോലീസുകാരന്റെ പ്ലാൻ ആണ് ഇതെല്ലാം എന്ന് ഹാനിന് അറിയാമല്ലോ. ഹാനിന്റെ അടുത്ത് വന്ന് എങ്ങനെയൊക്കെയാണ് ഹീറോനെ കൊല്ലാൻ പോകുന്നത്, ഇവളെ നീ എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നതെന്നൊക്കെ സൈക്കിക് രീതിയിൽ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് ഹാനിനെ കഴുത്തി നരിച്ച് കൊല്ലാനായിട്ട് ട്രൈ ചെയ്യുന്ന സമയത്ത് മറ്റേ പോലീസുകാരൻ കറക്റ്റ് അവിടേക്ക് വരികയാണ്. ഉടനെ അയാൾ മാറിയിട്ട് നീ ഇവിടെ വരാൻ വേണ്ടി ഞാൻ വെയിറ്റ് ചെയ്യുമായിരുന്നു, ഞാൻ എന്തായാലും ഹോസ്പിറ്റലിലേക്ക് പോവാ, ബാക്കി ഇൻവെസ്റ്റിഗേഷന് ഇവിടെ നന്നായിട്ട് നോക്കൂ, രക്ഷപ്പെടാതെ നോക്കണമെന്നൊക്കെ പറഞ്ഞിട്ടാണ് പോകുന്നത്. അത് കേട്ടതും ഹാനിന് ടെൻഷനായി. കാരണം അവനെ കൊല്ലാനാണല്ലോ ഇത്രയും ധൃതി പിടിച്ചു പോകുന്നത്. ഹോസ്പിറ്റലിലേക്ക് പോകുന്ന പോലീസുകാര് നേരെ റൂമിലേക്ക് നിന്ന അവിടെ ഹീറോ ഇല്ല. ഹീറോനെ ഓൾറെഡി VIP സെക്ഷനിലേക്ക് മാറ്റിയിരുന്നു. പോലീസുകാരനാണെങ്കിൽ വന്ന് ഹീറോനെ കാണാത്തപ്പോ നല്ല ദേഷ്യം തോന്നി. ഓരോ റൂമും അരിച്ചു പറക്കിക്കൊണ്ടിരിക്കുക. ഇവിടെ റൂമിൽ ഇവരെല്ലാരും കൂടെ എങ്ങനെയെങ്കിലും ഹാനിനെ രക്ഷിക്കണമെന്നുള്ള പ്ലാനിങ് തുടങ്ങി. അവര് ബോഡി കൊണ്ടുവന്ന് വെച്ചത് പോലീസുകാരനാണെന്നറിയാം, പക്ഷെ അതിനൊരു എവിഡൻസും ഇല്ല. എങ്ങനെയും എവിഡൻസ് കണ്ടുപിടിക്കണമെന്ന് പറഞ്ഞ് ഹീറോ ഹാനിന്റെ വീടിന്റെ ചുറ്റുമുള്ള ഗോസ്റ്റുകളെല്ലാം വിളിച്ചു വരുത്തിയിട്ട് പോലീസുകാരന്റെ ഫോട്ടോ കാണിച്ച് എല്ലാ കാറുകളുടെയും ഡാഷ് ക്യാം ചെക്ക് ചെയ്ത് ഈ ഒരാൾ വരുന്ന ഫുട്ടേജുകളെല്ലാം കളക്ട് ചെയ്ത് എന്റെ അടുത്ത് കൊണ്ടുവരണം, അങ്ങനെയാണ് നിങ്ങൾക്ക് ഫ്രൈഡ് ചിക്കൻ മേടിച്ചു തരാന്നൊക്കെ പറഞ്ഞ് അവരെല്ലാരും പറഞ്ഞു വിട്ടു. അതുപോലെ തന്നെ അവർ ചെയ്യുകയും ചെയ്തു. ഹാനിനെ പുറത്തിറക്കാനുള്ള എവിഡൻസ് ഹീറോയ്ക്ക് കിട്ടി. ഹീറോ അത് ഉടനെ തന്നെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന പോലീസുകാരന് അയച്ചു കൊടുക്കുന്നുണ്ട്. ഇവിടെ ഹോസ്പിറ്റലിലുള്ള പോലീസുകാരൻ ഹീറോനെ ഏത് മുറിയിലാണ് ഒളിപ്പിച്ചിരിക്കുന്നത് എന്ന് കണ്ടുപിടിച്ചിരുന്നു. ഹാനും റിലീസായ ഉടനെ ഹോസ്പിറ്റലിലേക്കാണ് ഓടി വരുന്നത്. പോലീസുകാരനും ഗോസ്റ്റും ഹീറോനെ ഈ ചാൻസിൽ തന്നെ തീർക്കണം എന്നുള്ള പ്ലാനിലാണ് ഹീറോയുടെ മുറിയിലേക്ക് വരുന്നത്. എന്നാൽ ഹീറോയുടെ മുറിയിൽ ഓൾറെഡി മറ്റു പോലീസുകാര് ഇയാളെ പിടിക്കാനായിട്ട് ഹൈഡ് ചെയ്തിരിപ്പുണ്ടായിരുന്നു. എന്നാൽ അവരുടെ കയ്യിൽ നിന്ന് രക്ഷപ്പെട്ട് അയാൾ ഓടാൻ തുടങ്ങി. കറക്റ്റ് അവിടേക്ക് ഹാൻ വരുന്നുണ്ട്. ഹാനിനെ പെട്ടെന്ന് കയറി പിടിച്ച് കഴുത്തിലൊരു കത്തിയൊക്കെ വെച്ച് ടെറസിലേക്ക് കൊണ്ടുപോയി. എന്റെ അടുത്തേക്ക് വന്ന ഇവളെ ഞാൻ എന്തായാലും കൊല്ലുമെന്ന് പറഞ്ഞ് ഹാനിനെ അറ്റാക്ക് ചെയ്യാൻ തുടങ്ങി. ഹീറോയ്ക്കാണെങ്കിൽ അവളെ രക്ഷിക്കാനോ തൊടാനോ ഒന്നും പറ്റുന്നില്ല. കറക്റ്റ് ആ ഒരു ഗോസ്റ്റും പോലീസുകാരനും കൂടെ ഹാനിനെ കൊണ്ട് ആ ബിൽഡിംഗിൽ നിന്നും ചാടാന്ന് പ്ലാൻ ചെയ്യാണ്. ഗോസ്റ്റ് ഉള്ളത് കൊണ്ട് പോലീസുകാരനൊന്നും പറ്റില്ല എന്ന് അയാളെ കരുതി. എന്നാൽ ഹാനിനെയും കൊണ്ട് ആ ബിൽഡിംഗിൽ നിന്നും ചാടിയ ഉടനെ ഹീറോ അവന്റെ ഫുൾ പവർ എടുത്ത് എങ്ങനെയൊക്കെയോ ഹാനിന്റെ കയ്യിൽ പിടിച്ചു. ഹാനിന്റെ കയ്യിൽ പിടിച്ചതും സേഫ് സോൺ ആക്ടിവേറ്റ് ആയി. ഉടനെ ആ ഗോസ്റ്റ് ആ ഒരു പോലീസുകാരന്റെ ബോർഡിൽ നിന്നും തെറിച്ചു വീണു. ഗോസ്റ്റ് ഇല്ലാതെ താഴേക്ക് വീണ അയാള് എന്തായാലും മരണപ്പെട്ടു കാണും. ഇവിടെ ഹാനിന്റെ കൈ പിടിച്ച ഹീറോ എങ്ങനെയൊക്കെയോ അവളെ മുകളിലേക്ക് മാറ്റി. ഹീറോനെ ഹാൻ കെട്ടിപ്പിടിച്ച് നിൽക്കുകയാണ്. എന്താണ് സംഭവിക്കുന്നതെന്ന് ചുറ്റിനുള്ളവർക്കും ഹീറോയിനും ഹാനിനും ഒന്നും മനസ്സിലാവുന്നില്ല. ഫ്യൂ സെക്കൻഡ്സ് കഴിഞ്ഞപ്പോ ഹീറോ പതിയെ ഫെയ്ഡ് ആവാൻ തുടങ്ങി. പതിയെ മാഞ്ഞു പോയി എന്ന് പറയാം. എന്താണ് സംഭവിക്കുന്നതെന്ന് അറിയാതെ സ്റ്റണ്ണായിട്ട് നിൽക്കുകയാണ് ഹീറോയിൻ. അതോടെ ഈ എപ്പിസോഡ് കഴിഞ്ഞു. അടുത്ത എപ്പിസോഡൊക്കെ മറക്കാതെ കാണാനായിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ബൈ. നെക്സ്റ്റ് വീഡിയോയിൽ കാണാം.